നിയമസഭയിൽ മന്ത്രിമാരുടെ സീറ്റുകളിലും ഇന്ന് മാറ്റമുണ്ടായിട്ടുണ്ട്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് രണ്ടാമത്. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തായിട്ടാണ് ധനമന്ത്രിയുടെ സീറ്റ്. രണ്ടാം നിരയിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ സീറ്റിന് തൊട്ടരികിലാണ് മന്ത്രി ഒ.ആർ. കേളുവിന് ഇരിപ്പിടമൊരുക്കിയിരിക്കുന്നത്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായി. മന്ത്രിസഭാ പുനഃസംഘടന നടന്നതിന് പിന്നാലെയാണ് നിയമസഭയിലെ ഇരിപ്പിടങ്ങളിലും മാറ്റമുണ്ടാവുക എന്നതാണ്. ഇത്തവണ നേരത്തെ കെ രാധാകൃഷ്ണൻ എന്ന സീറ്റിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണെന്ന് പ്രത്യേകതയുമുണ്ട്. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, എന്താണ് ഈ മാറ്റം, അതിന്റെ നടപടി? സജിത്ത്, കെ രാധാകൃഷ്ണൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. മുതിർന്ന നേതാവാണ്. മന്ത്രിസഭയിലും പിണറായിക്കൊപ്പം മന്ത്രിസഭയിൽ വന്നയാൾ. അത്തരത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി തൊട്ടടുത്ത സീറ്റ്, പാർലമെന്ററി വകുപ്പ് കൂടി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി തൊട്ടരികിലായിരുന്നു സീറ്റ്. കെ രാധാകൃഷ്ണൻ പോയപ്പോൾ സ്വാഭാവികമായും അവിടെ ഒഴിവ് വന്നു. അവിടേക്കാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ വരുന്നത്. അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ധനമന്ത്രിയാണ്. ധനമന്ത്രി മുഖ്യമന്ത്രി തൊട്ടരികിലേക്ക് വരുന്നു. പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ്, പക്ഷേ അദ്ദേഹം CPM-ന്റെ സംഘടനാ തലത്തിൽ സംസ്ഥാന സമിതി അംഗം മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സീറ്റ് നേരത്തെ തുടരുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം കെ.എൻ. ബാലഗോപാൽ പിണറായിയുടെ തൊട്ട് അടുത്ത സീറ്റിൽ വരുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ മൂന്നാം സീറ്റിലാണ്. അദ്ദേഹം നേരത്തെ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ സീറ്റ്. പുതിയ മന്ത്രി ഒ.ആർ. കേളുവിന് രണ്ടാം നിരയിലാണ് സീറ്റ്. അദ്ദേഹം പുതിയ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ടാം നിരയിലാണ് അദ്ദേഹത്തിന് സീറ്റ് അനുവദിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് നിയമസഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിട ക്രമീകരണങ്ങളിലെ മാറ്റം. അത്തരത്തിൽ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിലും മാറ്റമുണ്ടായിട്ടുണ്ട് എന്നതാണ് നിയമസഭയിലെ സാഹചര്യം. എന്തായാലും പാർലമെന്റ് സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കും. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ